അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 145 സങ്കീർത്തനമാണ്. 145 സങ്കീർത്തനം 1 വാക്യത്തിൽ എൻ്റെ രാജാവേ എന്ന വാക്കുകൾ കാണുവാൻ കഴിയും. രാജാവ് എന്നാൽ ഭരിക്കുന്നവൻ, പോറ്റിപ്പുലർത്തുന്നവൻ എന്നെല്ലാം അർത്ഥം കൊടുത്താലും തെറ്റില്ല. വേറെയും അർത്ഥങ്ങൾ രാജാവ് എന്ന വാക്കിന് കണ്ടേക്കാം. എവിടെ പോകണം, എന്ത് കഴിക്കണം, എന്ത് ഉടുക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് തുടങ്ങി ഒരു മനുഷ്യന് നിത്യതയിൽ ദൈവരാജ്യത്തിൽ എത്തും വരെ ഭൂമിയിലായിരിക്കുമ്പോൾ നല്ല ആലോചനയും മാർഗനിർദ്ദേശങ്ങളും ഭക്ഷണവും തരുന്നവനും സർവ്വ ആശ്വാസവും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നവനും ആയവനാണ് രാജാവായ യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു. നാം അനുവദിച്ചാൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ കൺട്രോൾ അഥവാ നിയന്ത്രണം ഏറ്റെടുക്കുകയുള്ളൂ. ന്യായാധിപന്മാരുടെ പുസ്തകം 21 അധ്യായം 25 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ആ കാലത്ത് രാജാവില്ലായിരുന്നു, ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ ജീവിച്ചു. യേശു നമ്മുടെ രാജാവാകുമ്പോൾ നമുക്ക് ബോധിച്ചതുപോലെ ജീവിക്കുവാൻ കഴിയുകയില്ല. നാം എപ്രകാരം ജീവിക്കണം എന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ബൈബിൾ വായിക്കുകയും ദൈവം ഇഷ്ടപ്പെടുന്ന നാം നടക്കേണ്ട പാതയിൽ കൂടി മാത്രം യാത്ര ചെയ്യുകയും ചെയ്ത് ജീവിച്ചാൽ നിശ്ചയമായും ദൈവം നമ്മിൽ പ്രസാദിക്കുകയും സകല പ്രതികൂലങ്ങളിൽ നിന്നും യേശു നമ്മെ രക്ഷിക്കുകയും ചെയ്യും. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയം ഭരിക്കുന്ന രാജാവായി നമുക്ക് സ്വീകരിക്കാം. എനിക്ക് ബോധിച്ച ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 13 അധ്യായം 22 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും, തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്, അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു എന്ന് 1 ശമൂവേൽ 13 അധ്യായം 14 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇശായിയുടെ മകനായ ദാവീദിനെ കുറിച്ച് യഹോവ ശമൂവേലിനോട് പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. നാം ദൈവം ഇഷ്ടപ്പെടുന്ന ജീവിത രീതി അഥവാ ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ചാൽ മാത്രമേ യേശു ക്രിസ്തു നമ്മെ ഭരിക്കുകയുള്ളൂ. യേശു നമ്മെ ഭരിക്കുന്നില്ലെങ്കിൽ നാം സാത്താൻ്റെ നിയന്ത്രണത്തിൽ ആയിത്തീരുന്നു. 2 യജമാന്മാർ മാത്രമേ ഭൂമിയിലും സ്വർഗത്തിലുമുള്ളൂ. സ്വർഗത്തിലെ യജമാനനാണ് കർത്താവായ യേശു ക്രിസ്തു. അവന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഉള്ളവനാണെന്ന് മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 18 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സാത്താനുള്ള അധികാരം ലോകത്തിന്മേലാണെന്ന് നാം ഓർക്കണം. സകല അശുദ്ധിയുടെയും ഫാഷൻ്റെയും വെറിക്കൂത്തുകളുടെയും മ്ലേച്ഛതകളുടെയും മേൽ അധികാരമുള്ളവനാണ് ദൈവത്തിൻ്റെ പ്രതിയോഗിയായ സാത്താൻ. ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ നാം തൽപരനാണെങ്കിൽ അതിന്മേൽ അധികാരമുള്ള സാത്താൻ നമ്മുടെ അനുവാദം കൂടാതെ തന്നെ ഭരണം നടത്തും. സമാധാന നഷ്ടവും മാനനഷ്ടവും ദുഷ്കീർത്തിയും നിത്യനരകവുമായിരിക്കും അനന്തരഫലം. യേശു ക്രിസ്തു നമ്മെ ഭരിച്ചാൽ നദി പോലെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നിറയും. പ്രത്യാശയാൽ യേശു നമ്മെ നിറയ്ക്കും. സ്വർഗീയ സന്തോഷത്താൽ നാം നിറയും. എല്ലാവരോടും ക്ഷമിക്കുവാനും സകലരോടും കരുണ കാണിക്കുവാനും നമുക്കപ്പോൾ സാധിക്കും. സാത്താൻ്റെ സകല കെണികളിൽ നിന്നും യേശുവിൻ്റെ ആത്മാവ് നമ്മെ രക്ഷിക്കുകയും നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുകയും ചെയ്യും. ഇതിനെല്ലാം നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം: യേശു ക്രിസ്തു തന്നിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുക എന്നതാണത്. ശിംശോനെ ദൈവം ഭരിച്ചിരുന്നപ്പോൾ അവൻ എവിടെ ചെന്നാലും ശത്രുവിനെ കീഴടക്കുമായിരുന്നു. ദൈവം അവന് വേണ്ടി യുദ്ധം ചെയ്തിരുന്നു. തൻ്റെ തലമുടി ക്ഷൗരം ചെയ്യരുതെന്ന കൽപ്പന ശിംശോൻ അനുസരിക്കണമായിരുന്നു. ദൈവം ശിംശോനെ ഭരിച്ചിരുന്നപ്പോൾ തന്നെ അവൻ ഫിലിസ്ത്യ കന്യകയെ വിവാഹം കഴിക്കുവാനായി തിമ്നയിലേക്ക് പോയി. ഇസ്രയേൽ ജനങ്ങളിൽ ഒരു നാസീർ വ്രതക്കാരൻ ഇസ്രയേൽ കന്യകയെ മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന പ്രമാണം ലംഘിച്ചുകൊണ്ടാണ് അവൻ മുന്നേറിയത്. അവൻ്റെ യാത്രയെ തടയുവാൻ എന്നോണം ഒരു സിംഹം അവനെ എതിരിട്ടു. എന്നിട്ടും ശിംശോൻ പിന്തിരിഞ്ഞില്ല. ആ യാത്ര അവനെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു. നമ്മെ യേശു ഭരിക്കുമ്പോൾ യേശു പറഞ്ഞു തരുന്ന നല്ല ഉപദേശങ്ങൾ നാം അനുസരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നാസീർ വ്രതക്കാരനായ ശിംശോൻ വീണ്ടും ഒരു വേശ്യയെ വിവാഹം കഴിച്ചു. അതും ഇസ്രയേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണ ലംഘനമാണ്. നിന്റെ ദേശത്ത് വേശ്യന്മാർ ഉണ്ടായിരിക്കരുത് എന്ന് ന്യായപ്രമാണത്തിൽ ദൈവം കൽപ്പിച്ചിരുന്നു. വീണ്ടും അവൻ 3ാമത്തെ വിവാഹം കഴിച്ചു.
ഈ പ്രാവശ്യം അവൻ വിവാഹം കഴിച്ചത് ദലീലയെയാണ്. അനേകം നുണകൾ ശിംശോൻ പറഞ്ഞു. അതെല്ലാം തൻ്റെ ഭാര്യയെ പ്രസാദിപ്പിക്കുവാനായിരുന്നിരിക്കാം. അനേകം പാപങ്ങൾ നാസീർ വ്രതക്കാരനായ ശിംശോൻ ചെയ്തതിനാൽ അവൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവൻ മാനസികമായി പ്രതിസന്ധിയിലാവുകയും തൻ്റെ തലയിലെ ജടയെക്കുറിച്ച് ദലീലയ്ക്ക് അറിവ് കൊടുക്കുകയും ചെയ്തു. ദലീല അവനെ കിടത്തിക്കൊണ്ട് ശിംശോൻ്റെ തലയിലെ 7 ജടയും മുറിച്ചു മാറ്റി. അവനെ ഭരിച്ചിരുന്ന രാജാതിരാജാവായ യഹോവ ശിംശോനെ ഭരിക്കുവാൻ അഥവാ നിയന്ത്രിക്കുവാൻ കഴിയാതിരുന്നതിനാൽ അവനെ വിട്ടുപോയി. ശിംശോൻ്റെ തുടർന്നുള്ള ജീവിതം വേദനാജനകമായിരുന്നു. കാരണം അവൻ്റെ ഭരണാധികാരിയായി സാത്താൻ അവൻ്റെ ചുമതല ഏറ്റെടുത്തു. സാത്താൻ അവൻ്റെ കർത്തൃത്വം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി ഒരിക്കലും ശിംശോൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകാതിരിക്കുവാൻ അവൻ്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. യേശുവിന് നമ്മെ ഭരിക്കുവാൻ അനുവദിക്കാതെ നാം ലോക ഇമ്പങ്ങൾക്കൊപ്പം ജീവിച്ചാൽ, പാപത്തിൽ രസിക്കുവാൻ നമ്മുടെ സമയം നീക്കിവെച്ചാൽ, ദൈവവചനം അനുസരിക്കാതെ ജീവിച്ചാൽ നമ്മെയും സാത്താൻ കർത്തൃത്വം നടത്തും എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. സാത്താൻ നമ്മെ കർത്തൃത്വം നടത്തുവാൻ തുടങ്ങിയാൽ ആദ്യം തന്നെ അവൻ നമ്മുടെ അകക്കണ്ണ് അഥവാ ഹൃദയദൃഷ്ടി തകർത്ത് കളയും. നാം ശേഷം മനുഷ്യരെ പോലെ ദൈവഭയമില്ലാത്തവരും പാപത്തിൻ്റെ പുറകെ പോകുന്നവരുമായി തീരും. നിത്യതയെക്കുറിച്ചുള്ള നമ്മുടെ ദൂരക്കാഴ്ച നഷ്ടമായി പോകും. രണ്ടാമതായി സാത്താൻ ശിംശോനിൽ നടത്തിയത് അവനെ ചെമ്പു ചങ്ങലയിൽ ബന്ധിച്ചു എന്നതാണ്. അപ്പോൾ ശിംശോൻ്റെ സ്വാതന്ത്ര്യം നഷ്ടമായി. ഇപ്പോൾ ശിംശോന് ദൈവസന്നിധിയിൽ ചെല്ലുവാനോ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനോ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാനോ അനുഭവിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യമോ കാഴ്ചയോ ഇല്ലാതായി. ശിംശോൻ മഹാശക്തനായിരുന്നു. എന്നാൽ അവൻ്റെ ഭോഷ്കും അനുസരണക്കേടും ന്യായപ്രമാണ ലംഘനവും തൻ്റെ വാഴ്ച കാത്തുകൊള്ളാത്ത സ്വഭാവവും മൂലം ഇന്ന് അവനൊരു ബാല്യക്കാരൻ ചെമ്പു ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് നിയന്ത്രിക്കുകയാണ്. ബാല്യക്കാരൻ അനുവദിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമേ ശിംശോന് യാത്ര ചെയ്യുവാൻ കഴിയുകയുള്ളൂ. മൂന്നാമതായി അവൻ തൻ്റെ പ്രതിയോഗിയുടെ മുമ്പിൽ കളിക്കേണ്ടിയും വന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 13, 14, 15, 16 വരെയുള്ള അധ്യായങ്ങളിലാണ് ശിംശോൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാൾ തോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും എന്നാണ് 145 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തെ ശരിയായി അറിയാവുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തെ നാൾ തോറും വാഴ്ത്തുവാനും സ്തുതിക്കുവാനും കഴിയുകയുള്ളൂ. ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ന്യായപ്രമാണത്തിന് എതിരെ പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളെ സാത്താൻ ഉപായം പ്രയോഗിച്ച് വശത്താക്കുകയും അവരെ ഉപയോഗിച്ച് ദൈവത്തിനെതിരെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുന്ന ജനം ഏതെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടാലും സാത്താൻ്റെ കെണിയിൽ വീഴാതെ ദൈവമുഖത്തേക്ക് നോക്കി ജീവിക്കുകയും ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാതെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള തൻ്റെ മക്കളെ ഉപയോഗിച്ചാണ് ദൈവം സാമ്രാജ്യ ശക്തികളെ നിയന്ത്രിച്ചിരുന്നത്. അതിനുദാഹരണമാണ് ദാനിയേൽ. തൻ്റെ നാട്ടുകാർ പലരും തങ്ങളുടെ പാപം മൂലം ബാബേലിൽ അടിമപ്പണി ചെയ്യുമ്പോൾ ദാനിയേൽ ബാബേൽ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ നെബൂഖദ്നേസർ രാജാവിനെ ഭരിക്കുകയായിരുന്നു. ദാനിയേൽ പറയുന്നത് മാത്രമേ രാജാവ് കേൾക്കുമായിരുന്നുള്ളൂ. അത് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കുന്ന അഥവാ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അനേകരെ ദൈവത്തെങ്കിലേക്ക് സാത്താൻ്റെ കിഴിയിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുവരികയും ചെയ്യും. അവർ എല്ലായ്പ്പോഴും ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യും. കാരണം യേശു നമ്മെ തൻ്റെ സ്വന്തം രക്തത്താൽ വിലയ്ക്ക് മേടിച്ചതാണ്. നാം ആരും നമുക്കുള്ളവരല്ല, നമുക്ക് വേണ്ടി വില കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിനുള്ളവരാണ്. നാമും അവനെ നാൾ തോറും സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യണം. യഹോവ എല്ലാവർക്കും നല്ലവൻ, തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു എന്ന് 145 സങ്കീർത്തനം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ദൈവം എല്ലാവർക്കും നല്ലവനാണ്. കാരണം ജനം മാനസാന്തരപ്പെടുമോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ട് ഓരോരുത്തരുടെയും മരണം വരെ ദൈവം അവരോട് ക്ഷമിക്കുകയും ദീർഘക്ഷമ കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവമക്കൾ എന്ന പദവിയും ദൈവത്തിൻ്റെ കരുതലും പരിപാലനവും നന്മകളും
ആശ്വാസവും സമാധാനവും ലഭിക്കുകയുള്ളൂ. ആകയാൽ ദൈവമക്കൾ എന്ന പദവി നാം പാപം ചെയ്യുക വഴി നഷ്ടപ്പെടുത്താതെ ജീവിക്കണം. ആ പദവിയിൽ നിന്നും നമ്മെ തള്ളിക്കളയുവാനാണ് സാത്താനും അവൻ്റെ ദൂതന്മാരും നമ്മെ കൊണ്ട് പാപം ചെയ്യിക്കുവാൻ ശ്രമിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, ദൈവസ്നേഹത്തിൽ നിന്നും മാറിപ്പോകാതിരിപ്പാൻ കൃപയുടെ വചനമായ ക്രൂശിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊള്ളുക. ഇനി പാപം ചെയ്യരുതെന്ന ദൈവസ്നേഹത്തിൻ്റെ ഉപദേശമാണത് എന്ന് ഓർത്തുകൊള്ളുക. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3:8 രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുമെന്ന് 145 സങ്കീർത്തനം 19 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഭക്തൻ എന്നാൽ ദൈവഭയമുള്ളവനെന്നും ദൈവവചനത്തോട് കൂറുള്ളവനെന്നും ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവൻ എന്നുമൊക്കെ അർത്ഥം കൊടുക്കാം. ഇങ്ങനെയുള്ളവരുടെ ആഗ്രഹം പാപം ചെയ്യാതെ ജീവിക്കുക എന്നതും ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രം നിറവേറണം എന്നതുമാണ്. ആ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളുടെ ആവശ്യങ്ങൾ അഥവാ ഈ ഭൂമിയിൽ അവർക്ക് ദൈവഭയത്തോടും ദൈവസ്നേഹത്തോടും കൂടി ജീവിക്കുവാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കുന്നവനാണ് ദൈവം. അമേരിക്കയിലുള്ള ഒരു യൗവനക്കാരൻ ഒരു ജോലി അന്വേഷിച്ച് അലയുകയാണ്. എവിടെ ചെന്നാലും ഒരു ജോലി ലഭിക്കുന്നില്ല. അവൻ യേശുവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. അനേകം വാതിലുകൾ മുട്ടി, ഒന്നും അവന് മുമ്പിൽ തുറന്നില്ല. വീണ്ടും യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പട്ടണത്തിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനത്തിൽ ധൈര്യപൂർവ്വം കടന്നു ചെന്ന് ഒരു ജോലി ചോദിച്ചു. എന്തുകൊണ്ടോ ആ സ്ഥാപനത്തിൻ്റെ ഉടമ ആ യൗവനക്കാരനോട് ഹൃദ്യമായി ഇടപെട്ടു. അവർ തൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധിച്ചു. അവസാനം കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ തൻ്റെ ബാഗിൽ നിന്നും അതെടുക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ താൻ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കുകയും ദിവസേന വായിക്കുകയും കൃത്യമായി അനുസരിക്കുകയും ചെയ്യുന്ന ബൈബിൾ ബാഗിൽ നിന്നും പുറത്തേക്ക് തെന്നി വന്നു. ആ വലിയ സ്ഥാപന ഉടമ യൗവനക്കാരനോട് ചോദിച്ചു, ഈ പട്ടണത്തിൽ നീ എന്തിനാണ് ബൈബിൾ കൊണ്ട് നടക്കുന്നത്? യൗവനക്കാരൻ അതിന് കൊടുത്ത മറുപടി പ്രകാരമായിരുന്നു, എല്ലാ ദിവസവും ബൈബിൾ വായിച്ചു കൊള്ളാമെന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കുവാനാണ് ഞാൻ ഈ ബൈബിൾ കൊണ്ട് നടക്കുന്നത്. ഇത് കേട്ട സ്ഥാപന ഉടമ പറഞ്ഞത് ഇപ്രകാരമാണ്, ഇനി കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട, നിന്നെ ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ മാനേജരായി നിയമിച്ചിരിക്കുന്നു. വിശ്വസ്തനായ ഒരാളെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ ഉടമ ബൈബിൾ കൈവശം കൊണ്ട് നടക്കുന്ന ആ യൗവനക്കാരനെ തന്നെ തൻ്റെ മാനേജരാക്കി. ആ ദൈവഭയമുള്ള യൗവനക്കാരൻ ഇതിനു മുമ്പ് മുട്ടിക്കൊണ്ടിരുന്നത് ദൈവം അവന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന നന്മയുടെ കവാടത്തിലല്ലായിരുന്നു. എന്നാൽ ഇതാ ദൈവം അവന് വേണ്ടി ഒരുക്കിയ വാതിലിൽ മുട്ടിയപ്പോൾ അത് തനിക്ക് വേണ്ടി തുറക്കപ്പെടുകയും താൻ ആഗ്രഹിച്ചതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി തനിക്ക് ലഭിക്കുകയും ചെയ്തു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ദൈവഭയത്തോടെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ വെളിപ്പാട് പുസ്തകം 3:8 അതിൻ്റെ ആദ്യ ഭാഗത്ത് ഫിലദൽഫിയയിലെ സഭയ്ക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചവൻ നമുക്ക് വേണ്ടിയും ഒരു വാതിൽ തുറക്കും. അതുകൊണ്ട് ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കൾ എന്ന പദവി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിലനിർത്താം. നിത്യജീവന് അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ജോലിയില്ലാതെ സങ്കടപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് നല്ല ജോലി നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.